ഛത്തീസ്ഗഡ് സംഭവത്തിൽ ബി.ജെ.പിക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. യക്ഷികളെ പോലെ സൗന്ദര്യവതിയായി വന്ന് പിന്നീട് ഭീകരരൂപിണിയായി ചോര കുടിക്കുന്നതാണ് ബി.ജെ.പിയുടെ സ്വഭാവമെന്നും ഛത്തീസ്ഗഡിൽ കണ്ടത് അതാണെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് പലർക്കും കാര്യം മനസ്സിലായത്. കേരളത്തിലും രണ്ട് സമുദായങ്ങളെ അകറ്റാനാണ് അവർ ശ്രമിച്ചത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഈ വിഷയത്തിൽ പക്വതയോടെ ഇടപെട്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു. മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കമാണ്. എടുത്തുചാടി കന്യാസ്ത്രീകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ വിഭാഗം നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു. വിഷയം ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല. ഇത് ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് നേതാക്കൾ ഒരുങ്ങുന്നത്. വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിൽ വി മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ് വിഭാഗങ്ങൾക്ക് കടുത്ത എതിർപ്പുമുണ്ട്. അതേ എതിർപ്പ് ആർ.എസ്.എസിനും പോഷക സംഘടനകൾക്കുമുണ്ട്. ഇതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലെ ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിലാണ് മുരളീധരൻ ബി.ജെ.പിക്കെതിരെ തുറന്നടിച്ചത്. രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് കാവലിരുന്ന വ്യക്തിത്വമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനും വർഗീയ ലഹളയ്ക്ക് വേദിയൊരുക്കാനും പലരും ശ്രമം നടത്തി. ശിഹാബ് തങ്ങളുടെ വാക്കുകളാണ് അന്ന് രാജ്യത്തെ രക്ഷിച്ചത്. ബാബരി വിങ്ങുന്ന വേദനയായി നിലനിന്നപ്പോഴും ഇന്ത്യ ഭരിക്കുന്നവരെ ശിക്ഷിച്ചാൽ പള്ളി തകർത്തവർക്ക് അത് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പിന്നീട് ആ വാക്കുകൾ യഥാർത്ഥമായത് നമ്മൾ കണ്ടു. ഭരണകൂട ഭീകരത ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ശിഹാബ് തങ്ങളുടെ നിലപാടിന് പ്രാധാന്യമേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.